ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ട്രേഡ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാർക്കറ്റിൽ നിന്ന് അത്യാവശ്യം ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ലൊരു സെല്ലിംഗ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു സെൽ സൈഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു പിവോട്ട് ലെവൽ ബ്രേക്ക് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തു. ബ്രേക്ക് ആയതിനു ശേഷം ഈ ഒരു റീടെസ്റ്റിൽ ഞാനൊരു ട്രേഡ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവലിലായിരുന്നു ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രേഡ് എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു റിവേഴ്സൽ വന്നു. റിവേഴ്സൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ മാക്സിമം ഈ ഒരു ലെവൽ വരെ ആയിരിക്കും റിവേഴ്സലെന്ന് വിചാരിച്ചു. അതുവരെ വന്നു. അതിനുശേഷം വളരെ കൃത്യമായി താഴോട്ട് തന്നെ പോയിട്ടുണ്ട്. പക്ഷേ എന്തായാലും എനിക്കിന്ന് ലോസാണ് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നുവെങ്കിൽ മേ ബി നല്ലൊരു ട്രേഡ് ഇവിടെ നിന്ന് എനിക്ക് എടുക്കാമായിരുന്നു. ബട്ട് ഈ ഒരു ലെവലിൽ നിന്ന് ഞാൻ കരുതിയതുപോലെ കണ്ടിന്യൂസ് ഒരു മൊമെൻറ്റം താഴോട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നേരെ തിരിച്ച് ആ റിവേഴ്സലിൽ ഓൾമോസ്റ്റ് മിക്കവാറുടെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുള്ളൊരു ഇതാണെന്നാണ് തോന്നുന്നത്. നല്ലൊരു മൊമെൻറ്റം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ കണ്ടിന്യൂസ് സെല്ലിങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് ഇനിയും ക്ലോസ് ചെയ്തിട്ടില്ല. ഇനി എന്തായാലും വേറെ ട്രേഡുകളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ 520 റുപ്പീസിൻ്റെ ലോസ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഇന്നത്തെ ദിവസം ആ ഒരു ട്രേഡ് കൂടി കഴിഞ്ഞ് ഞാൻ വേറെ ട്രേഡൊന്നും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ എങ്ങനെ വരും എന്ന് നോക്കാം. നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 2 ഡേയ്സ് ഒരു ലോസിങ് സ്ട്രീക്ക് അടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. ഈ ഒരു ചാർട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ചാർട്ടുകൾ വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കാം. ഇതേപോലുള്ള സാഹചര്യങ്ങളിൽ ചെറിയ ചെറിയ ലോസ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ആവാൻ വേണ്ടി നോക്കാം. എന്തായാലും നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു.